ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നത് ബേബിക്ക് വേണ്ടിയിട്ട് അല്ലേ? ബേബിനെ മേടിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പൊട്ടിയിട്ട് ഇന്റർവ്യൂ പറഞ്ഞപ്പോ ബേബിയുടെ മേടിച്ചിട്ട് ബാഗ് എടുത്തിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ. ആദ്യം എനിക്ക് വേണ്ട സാധനങ്ങളാണ്, അതായത് അമ്മയ്ക്ക് കൊണ്ടുവേണ്ട സാധനങ്ങളാണ് ഒതുക്കണത്. അപ്പോൾ ഇങ്ങനൊരു പെട്ടിയാണ് എടുത്തേക്കണത്. അപ്പം നമ്മൾ മറക്കാതെ നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട സംഭവമാണ് നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതേപോലെ നമ്മുടെ ID, അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഞാനത് ഇങ്ങനൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വെക്കുകയാണ് പെട്ടെന്ന് എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എടുക്കണത് കുറച്ച് കോട്ടൻ്റെ മുണ്ടോളാണ്. ഇതെല്ലാ സാധനങ്ങളും കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അയൺ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ 4-5 മുണ്ട് ഞാൻ കരുതിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കൊടുക്കണം. അതല്ലാണ്ട് തന്നെ ഞാൻ കരുതിയിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കാനും വേഗം പെട്ടെന്ന് യൂസ് ആക്കാനൊക്കെ. പിന്നെ ഈ പാഡാണ്, പാരീൻ്റെ പാഡാണ്. നല്ല പാഡാണ് കേട്ടോ. റേറ്റൊക്കെ നല്ല കുറവാണ്. അതിൽ 475 ഇതിൻ്റെ അത്ര ഇല്ല. 205 രൂപയാണ്. ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ എല്ലാത്തിൻ്റെയും ഞാൻ അവിടെ കൊടുക്കാം. പിന്നെ ഈ ന്യൂ മോമിൻ്റെ പാഡും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് മേടിച്ചേക്കണേ. കൂടുതൽ ബ്ലഡൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് യൂസ് ആക്കിയിട്ട് പിന്നെ മറ്റേത് ഇതാക്കാമെന്ന് വിചാരിച്ചു. നോർമൽ ഡെലിവറി ആവുകയാണെങ്കിൽ നമ്മൾക്ക് യൂസ് ആക്കാൻ കുറേ വെള്ള തുണികൾ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് ആ ഒരു അളവിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് വേഗം എടുത്തിട്ട് യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലുള്ളത് 2 തോർത്തും നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സും ആണ്. അത് ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലുള്ളത് നമ്മുടെ ബെഡ്ഷീറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കട്ട് പീസ് തുണി നമുക്ക് എന്തിനേലും യൂസ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഈ ഒരു പോർഷനിലുള്ളത്. പിന്നെ ഇതിൽ ഞാൻ വെക്കണത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലായി കാരണം മാക്സി നൈറ്റി അതൊന്നും യൂസ് ആക്കാനേ പാടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് ഇവിടെ അങ്ങനെ ഇല്ല എന്നാണ് അറിഞ്ഞത്. മറ്റേത് ഞാൻ വിചാരിച്ചു ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് നൈറ്റ് യൂസ് ആക്കാമല്ലോ എന്ന്. പക്ഷെ അതല്ല, വരണ വരെ വെള്ള ഷർട്ടും വെള്ളമുണ്ടാണ് യൂസ് ആക്കേണ്ടത്. അപ്പോൾ ഞാൻ 2-3 വെള്ള ഷർട്ട് കരുതിയിട്ടുണ്ട്. അതേപോലെ ഇത് ഒറ്റ മുണ്ടോളാണ്, വെള്ള ഷർട്ടിൻ്റെ ഒപ്പം ഉപയോഗിക്കാനുള്ള വെള്ള മുണ്ടോളാണ്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഇങ്ങനെയാണ് ചോദിച്ചാൽ എനിക്കറിയില്ല. ഡെലിവറിയുടെ അന്ന് മാത്രം നമ്മളത് യൂസാക്കി ബാക്കി നൈറ്റ് യൂസ് ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ അതങ്ങനെ ആ രീതിയിലാക്കിയിട്ടുണ്ട്. ഇതിൽ 2-3 വെള്ളമുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് ഡെലിവറി ടൈമിൽ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് വെച്ചതാണ് വേഗം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മറ്റേത് പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ആക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ഞാൻ ജസ്റ്റ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഇട്ട് വരാനുള്ള ഡ്രസ്സും ഒരു നൈറ്റി അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ജസ്റ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുമെങ്കിൽ യൂസ് ആക്കാൻ വേണ്ടി ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേഗം വന്നിട്ട് എടുക്കാനും പറ്റും, വീട് അടുത്തായ കാരണം. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അറേഞ്ച് ചെയ്തതിൽ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാനതവിടെ കറക്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ ബേബിക്കുള്ള ഐറ്റംസാണ്. അതിങ്ങനെ ഒരു കൊട്ടയാണ് എടുത്തേക്കണത്. ഇതിൽ 2 ക്വിക്ക് ഡ്രൈ ഷീറ്റാണ് മീഡിയം സൈസ്, പിന്നെ ഒരു നോർമൽ ഷീറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് അല്ലാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ആക്കാൻ വളരെ എളുപ്പമാവും. പോരാത്തിന് ഈ കൊട്ടയിലൊക്കെ ഈ ഓട്ടോട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം വല്ല പ്രാണികളോ കാര്യങ്ങളോ പെട്ടെന്ന് കടന്ന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത് ഉണ്ണിക്ക് യൂസ് ആക്കാനുള്ള തുണികളാണ്. നമ്മൾ മുണ്ട് കീറിയിട്ട് നമ്മളിങ്ങനെ കെട്ടിയിട്ട് നാപ്പിൻ്റെ പോലെ ആക്കല്ലേ, അപ്പോൾ അതിന് പകരം അതേ സൈസിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മളത് തയ്ച്ചു. ശരിക്കും ഒരു നാപ്പി എങ്ങനെ ഉണ്ടാവും അതേപോലെ തയ്ച്ച് വെച്ചേക്കാണ്. അതിൻ്റെ ഫുൾ സെറ്റാണ്. ചെറുതും ഇത്തിരി വലിപ്പമുള്ളതും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സുഖമായിട്ട് നമുക്കത് യൂസ് ആക്കാം. ഇത് പിന്നെ ടർക്കിയാണ്. ഒരു തൊപ്പി വരുന്ന ഒരു മോഡലും പിന്നെ നോർമലി ഒരു ബ്ലാങ്കറ്റ് പോലെ ഒരു മോഡലുമാണ് വെച്ചേക്കണത്. പിന്നുള്ളത് ഉണ്ണിയുടെ കെട്ടുടുപ്പുകളാണ്, ജബല എന്ന് പറയും. അപ്പോൾ അതാണ് ഒരു ബട്ടൺ ടൈപ്പ് വെച്ചിട്ടുണ്ട്. ബാക്കി നോർമലി ചെറിയ സൈസിൻ്റെ ന്യൂ ബോൺ സൈസിൻ്റെ, മറ്റേത് ന്യൂ ബോൺ തന്നെയാണ്, ഒത്തിരി വലിപ്പമുണ്ട് ആ ബട്ടൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു 4-5 ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 4 ഡയപ്പർ വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ യൂസ് ആക്കും തോന്നണില്ല. ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുമ്പോൾ മാത്രം ഒരെണ്ണം ചിലപ്പോൾ യൂസ് ആക്കും, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ എന്നാലും ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാക്കാൻ വിചാരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ തൊപ്പിയും കാലും ഇടാളതും കയ്യും ഇടാളതും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ടവലും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടയ്ക്കാനും ജസ്റ്റ് ഒരു തോർത്തും ചെറുത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് യൂസ് ആക്കാം.
പിന്നെ ബേബി ഹഗ്ഗിൻ്റെ ഒരു വൈപ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബേബി ഹഗ്ഗിൻ്റെ തന്നെ ഒരു ലോഷൻ എടുത്തിട്ടുണ്ട്. ഡയപ്പറും ബേബി ഹഗ്ഗിൻ്റെ തന്നെയാണ്. അപ്പോൾ ലോഷൻ എങ്ങാനും ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് വെച്ചതാണ്. പിന്നെ പൗഡർ പിന്നെ എന്തായാലും ഉപയോഗിക്കില്ലാത്ത കാരണം ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് വെച്ചേക്കണത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് വേറെ സാധനങ്ങളുണ്ട്. അത് മറ്റേ പെട്ടിയിൽ സ്ഥലമില്ലാത്ത കാരണം ഞാൻ ഇതിൽ വെക്കണത്. നമുക്ക് ബാത്റൂമിലൊക്കെ യൂസ് ആക്കാൻ വേണ്ടി 2 ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഡെറ്റോളിൻ്റെ സോപ്പ്, ഹാൻഡ് വാഷ്, കത്രിക, ബ്രഷ്, പേസ്റ്റ്, സോപ്പിൻ്റെ പെട്ടി, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ എല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. പിന്നെ വേണ്ടത് നമ്മുടെ ബേബീനെ കെടുത്താൻ വേണ്ടിയിട്ടുള്ള ബെഡാണ് നെറ്റ് വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്യാരേജിന് വേറെ ബെഡും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ ലിങ്ക് കൊടുക്കാം. പിന്നെ വേണ്ട കാര്യങ്ങളാണ് മറ്റേ ഫ്ലാസ്ക്, പാത്രങ്ങൾ, പ്ലേറ്റ്, അതേപോലെ ബക്കറ്റ്, അങ്ങനത്തെ പുതപ്പ് സാധനങ്ങളൊക്കെ. അതൊക്കെ ഉമ്മാൻ്റെ കയ്യിലുള്ള ബാഗിലാണുള്ളത്. പിന്നെ വേണ്ടതാണ് നമ്മുടെ ഫോണ്, ചാർജർ, പവർ ബാങ്ക്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരുവിധ സാധനങ്ങൾ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ എനിക്ക് കുറച്ച് മുണ്ടാണ് ഇതിൽ ഞാൻ എക്സ്ട്രാ വെച്ചേക്കണത്. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യ ആയുസ്സുള്ള കുഞ്ഞുങ്ങളുണ്ടാവട്ടെ. ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഡെലിവറിയും കഴിയട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.